ഭീകരാക്രമണം നേരിട്ട് അറിയുകയും നേരിട്ട് അനുഭവിക്കുകയും ചെയ്തവരാണ് നമ്മളോടൊപ്പം ഇപ്പോൾ കൂടിയിരിക്കുന്നത്. അവർ പഠിപ്പിച്ച വിദ്യാലയത്തിലെ 2 പേർ മരിച്ച റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. ലൈക്ക് 6-ാം തീയതി നമ്മൾ നോർമൽ സ്കൂൾ ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് വന്നത് 7-ാം തീയതി ഒരു മോക്ക് ഡ്രിൽ ഉണ്ടായിരിക്കുന്ന രീതിയിൽ വന്നു. 7ാം മോക്ക് ഡ്രിൽ നമ്മളപ്പോൾ പ്രിപ്പയർഡ് ആയിരുന്നു, മോക്ക് ഡ്രില്ലിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരുന്നു. 7th മോർണിംഗ് ഐ തിങ്ക് 2:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഷെല്ലിങ് സ്റ്റാർട്ട് ചെയ്തു. വലിയ സൗണ്ട് കേട്ട് നമ്മൾ എണീറ്റു. ടൈം പോകുന്നതനുസരിച്ച് ഷെല്ലിങ് ആ സൗണ്ട് നമ്മുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. നമ്മുടെ തൊട്ടടുത്ത് വീണ് അത് ബ്ലാസ്റ്റ് ചെയ്യുന്ന കണക്കായി. അങ്ങനെ ഇവരുടെ വീടിൻ്റെ അടുത്ത് ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടൊരു ഏകദേശം ഒരു 50 മീറ്റേഴ്സ് അപ്പാർട്ട് അല്ലെങ്കിൽ 10 to 15 മീറ്റേഴ്സ് ദൂരെയാണ് ഇത് വന്ന് പതിയുന്നതും ഇതിൻ്റെ പാർട്ടിക്കിൾസ് ഞങ്ങളുടെ ടെറസിൻ്റെ മണ്ടേ വീഴുന്നതും ഒക്കെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ ചുറ്റുമുള്ളവരൊക്കെ കിടന്ന് അലറുന്നതും അവരെ പിള്ളേരെ കൊണ്ട് ഓടുന്നതും അതൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, ഞങ്ങളുടെ ലോക്കൽ ടീച്ചേഴ്സ് ഞങ്ങളുമൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും വിജിലൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും. സ്കൂളിൽ ഒരു ലാബ് കൺവേർട്ടർ ബങ്കർ ഉണ്ടായിരുന്നു. അവിടേക്ക് സേഫായിട്ട് മാറാൻ പറഞ്ഞ് കിട്ടുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ട് സ്റ്റാഫുകളെല്ലാം കൂടി ബങ്കറിലേക്ക് മാറി. അപ്പോഴും നമുക്ക് ഈ സൗണ്ട് ഇങ്ങനെ കൂടി വരുന്നു. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വീണ് ഷെല്ല് പൊട്ടുന്നു, സ്കൂളിൽ കുറേ നാശനഷ്ടം ഉണ്ടാകുന്നു, കോൺവെൻറ്റിൽ കുറേ നാശനഷ്ടം ഉണ്ടാകും. അങ്ങനെ നമ്മൾ കിട്ടിയ ഡ്രസ്സെല്ലാം എടുത്തിട്ട് സ്റ്റാഫുകളെല്ലാം ബസ്സിൽ കയറി നമ്മൾ ലെമ്പേരിയിലേക്ക് പോകുമായിരുന്നു. ലെമ്പേരിയിൽ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ച കൊച്ചു കുട്ടികളും ആളുകളും എല്ലാം അവർ കൈ കിട്ടിയ സാധനം എടുത്ത് നടക്കുക. ജമ്മുവിൽ എത്തിയപ്പോഴാണ് അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവുന്നത്. ജമ്മുവിൽ നിന്ന് ഞങ്ങളുടെ ട്രെയിൻ അങ്ങോട്ട് കയറുന്ന ടൈമിൽ ജമ്മു അറ്റാക്ക് ചെയ്തു, റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് അറ്റാക്ക് ചെയ്തു, ഡിഗ്രി കോളേജ് അറ്റാക്ക് ചെയ്തു. ഞങ്ങൾക്ക് അപ്പോൾ ട്രെയിൻ കയറി, ഞങ്ങളുടെ ട്രെയിൻ എടുത്തു, ഞങ്ങളുടെ ട്രെയിൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു, ജമ്മു റെയിൽവേ സ്റ്റേഷൻ ക്ലോസ് ചെയ്തു. പിന്നെ കാണുന്ന കാഴ്ച നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതൊരിക്കലും ലൈഫിൽ മറക്കത്തില്ല. കാരണം ട്രെയിനകത്ത് എല്ലാവരും ഇരുന്നിട്ട് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് എല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കും. പുറത്ത് നമുക്ക് കാണാൻ പറ്റും, ട്രെയിനിൻ്റെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റും, പ്ലെയേഴ്സ് കാണാൻ പറ്റും. ട്വിൻസ് മരിച്ചെന്ന് പറഞ്ഞത് ഞാൻ താമസിക്കുന്നതിന് തൊട്ടടുത്താണ് ഈ ക്രൈ സ്കൂൾ പൂഞ്ചിൽ പഠിക്കുന്ന 2 പിള്ളേരായിരുന്നു. ഞാൻ പഠിപ്പിച്ച ഒരു കൊച്ചു വിഹാൻ ഭാർഗവ് എന്ന് പറഞ്ഞ അവൻ മരിച്ചത് ഇതേപോലെ ഒരു ഷെൽ അറ്റാക്കിലാണ്. യുദ്ധം എപ്പോഴും ബാക്കി വെക്കുന്ന ഈ വേദനകൾ മാത്രമേ ഉള്ളൂ. നമ്മളിവിടുന്ന് പറയാം, നമ്മൾ സ്റ്റാറ്റസ് ഇടും, ഓക്കെ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ അടിച്ചെന്ന് പറയുന്നത് നമ്മൾ ഓക്കെ രാജ്യസ്നേഹമാണ്. പക്ഷേ അതിനിടയ്ക്ക് പെട്ടുപോകുന്ന, നമ്മൾ അറിയാതെ പോകുന്ന ഇങ്ങനെ കുറേ ജീവിതങ്ങളുണ്ട്. ക്യാമറാമാൻ പ്രേം ശംഷിക്കൊപ്പം ആതിര പുതുവയലിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.